ക്രിസ്തുവിൻ്റെ നാമത്തിൽ തിരുവചന പ്രഘോഷണത്തിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. നൂറ്റാണ്ടുകളായി മാനവ ചരിത്രത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയതൊന്ന് തിരുവചനമാണ്. ആശയറ്റവർക്ക് പ്രതീക്ഷകൾ നൽകിയും തകർന്നവരെ ബലപ്പെടുത്തിയും ദുഃഖിക്കുന്നവരെ ആശ്വസിപ്പിച്ചും ഒറ്റപ്പെട്ടവരെ കൂടെ ആരോ ഉണ്ടെന്നുള്ള ഉറപ്പ് നൽകിയും നൂറ്റാണ്ടുകളിലൂടെ മനുഷ്യ മനസാക്ഷികളെ സ്വാന്തനിപ്പിച്ച് മുന്നേറിയ ദൈവവചനത്തിൻ്റെ ശക്തി ഈ 2025 ഇന്നും അതേപോലെ നിലനിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തിരുവചന ശക്തിയാണ് ഇതിനെ ഇന്നും നിലനിർത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം പ്രകാരം പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അതിനെ താഴോട്ട് വായിക്കുമ്പോൾ ഭാഗം ഇങ്ങനെയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു. ഞങ്ങളെ ശ്രവിക്കുന്ന പ്രിയമാന്യ മിത്രമേ, ഞങ്ങൾ പ്രഘോഷിക്കുന്ന വചനത്തിനകത്ത് ജീവൻ ഉള്ളതാണ്. ഒരു പക്ഷേ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് മൃതാവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ തിരുവചനത്തിൽ അടങ്ങിയിരിക്കുന്ന ജീവൻ താങ്കൾക്ക് പ്രതീക്ഷകളെ നൽകി, നഷ്ടമായി പോയ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രത്യാശകളെ നൽകി. വചനത്തിലുള്ള ജീവൻ നിങ്ങളുടെ നശ്വരമായ ജീവനിലേക്ക് പ്രവേശിക്കുകയും നിങ്ങളെ അനശ്വരമായൊരു ജീവിതാനുഭവങ്ങളിലേക്ക് കരം പിടിച്ച് നടത്തുവാൻ ഈ വചനത്തിന് കഴിയുമെന്ന് സംശയലേശമന്യേ ഞങ്ങൾ ഉച്ചസ്ഥിരം പ്രസ്താവിക്കുകയാണ്. ഒരിക്കൽ കൂടി ഈ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധകളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.